പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ നല്ല വൈകിയ വേളയ്ക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവവചനവുമായിട്ട് അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ സർവശക്തനായ ദൈവം തന്ന ഈ നല്ല അവസരത്തെ നന്ദിയോടെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൻ്റെ ചിന്ത ഞങ്ങൾക്കേവർക്കും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണം എന്ന് ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് കേൾക്കുന്ന കേൾവിക്കാർക്കും ശുശ്രൂഷിക്കുന്ന ഏഴയ്ക്കും അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ സർവശക്തനായ ദൈവത്തോടുന്ന് സഹായിക്കണം എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും കർത്താവിൽ വന്ദനം. തുടർന്ന് 1-2 പാട്ടുകൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഈ മനോഹര സന്ധ്യാവേളയിൽ വളരെ സന്തോഷമുണ്ട്. എന്നെ ലൈവിൽ ശ്രദ്ധിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട്
ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷാൽ ചർച്ച് ഓഫ് ഗോഡ് കാർമൽ വർഷിപ്പ് സെൻറ്റർ ദൈവസഭയെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പസീപ്പൻ വർഗീസ് തൻ്റെ കുടുംബത്തെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരുടെ ആവശ്യപ്രകാരം ഈ വൈകിയവേളയിൽ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമുക്കൊരുമിച്ചായിരിക്കാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം എക്കാലവും ജീവനും ചൈതന്യവും മനുഷ്യ മനസ്സുകൾക്ക് ആനന്ദവുമേകുന്നതാണ്. ആ ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് ഈ വൈകിയവേളയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴികളുടെ പ്രത്യേകതയെക്കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്കറിയാം, ധാരാളം വഴികൾ ലോകത്തിലുണ്ട്. ദൈവത്തിൻ്റെ വഴികൾ, മനുഷ്യൻ്റെ വഴികൾ, ദുഷ്ടൻ്റെ വഴികൾ, ഇങ്ങനെ പലതരത്തിൽ ഉള്ള വഴികളെക്കുറിച്ച് വിശുദ്ധ വേദഗ്രന്ഥത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നു. അവയെല്ലാം സവിസ്തരം നിങ്ങളുമായിട്ട് പ്രസ്താവിപ്പാൻ ഈ വൈകിയവേളയിൽ സമയം അനുവദിക്കുന്നില്ല. ദൈവത്തിൻ്റെ വഴികളുടെ പ്രത്യേകതകൾ മാത്രം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അതിനാധാരമായിട്ട് പ്രാരംഭമായിട്ട് എടുക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള വചനം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യമാണ് അതിനാധാരമായിട്ട് വായിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നത്. സാംസ് ചാപ്റ്റർ 18 വേഴ്സസ് 30. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകും. ഈ വാക്യത്തിൻ്റെ പ്രാരംഭ ഭാഗം മാത്രമാണ് എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഒന്നാമതായിട്ട് നമുക്ക് വായിപ്പാനായിട്ട് കഴിഞ്ഞത് ദൈവത്തിൻ്റെ വഴി തികവുള്ളത്. ആസ് ഫോർ ഗോഡ് ഹിസ് വേസ് ഈസ് പെർഫെക്റ്റ്. ദൈവത്തിൻ്റെ വഴി പെർഫെക്റ്റ് ആണ്, തികവുള്ളതാണ് എന്ന് ദൈവത്തിൻ്റെ വചനം തന്നെ നമ്മെ ഓർപ്പിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു കാര്യമാണ്, ദൈവമേ ഒരു വഴി തുറന്നു തരണമേ. ആ നിലയിൽ നാം ആഗ്രഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വഴികളുടെ പ്രത്യേകതകൾ പലപ്പോഴും നാം മനസ്സിലാക്കാതെയാണ് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാറ്. നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് താല്പര്യമുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ നമുക്ക് തുറന്നു വന്നാൽ നമ്മൾ പെട്ടെന്ന് അത് ദൈവത്തിൻ്റെ വഴിയാണെന്ന് വിചാരിച്ച് വിശ്വസിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വഴിക്ക് പ്രത്യേകതയുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വഴി എപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കും. ദൈവത്തിൻ്റെ വഴി എപ്പോഴും തികവുള്ള വഴിയാണെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നത്. ആ തികവുള്ള വഴിയാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. അഥവാ ദൈവത്തിൻ്റെ പൈതൽ യാത്ര ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ തികവുള്ള വഴികളിലൂടെയാണ് അവൻ യാത്ര ചെയ്യേണ്ടത്. നമുക്കറിയാം, ഈ ലോകത്തിൽ ധാരാളം തരങ്ങളിലുള്ള വഴികൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിലൊന്നാണ് കുറുക്കുവഴി.
ധാരാളം ആളുകൾ ഇന്ന് കുറുക്കുവഴികളിലൂടെ ലക്ഷ്യസ്ഥാനത്തെത്തുവാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെയും പിന്നത്തേതിൽ അപകടകരമായി തീരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. സാമ്പത്തിക മേഖലകളിലാണെങ്കിലും ആത്മീയ മേഖലകളിലാണെങ്കിലും പല കുറുക്കുവഴികൾ ഉപയോഗിച്ച് പല ആളുകൾ ഉദ്ദിഷ്ട സ്ഥാനത്ത് എത്തിച്ചേരുവാനായിട്ട് പരിശ്രമിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വഴിയെ സംബന്ധിച്ച് നാം ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വഴികൾ എപ്പോഴും തികവുള്ള വഴികളാണ്. ഒരു ഭക്തൻ ദൈവത്തിൻ്റെ വഴി മനസ്സിലാക്കി കണ്ടെത്തി ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കണം. അങ്ങനെയാണെങ്കിൽ അവൻ്റെ വഴികൾ തികവുള്ള വഴികളാണെന്നുള്ള യാഥാർത്ഥ്യം അവൻ ഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നിന്നാണ്. ബുക്ക് ഓഫ് ഡ്യൂട്രോണമി ചാപ്റ്റർ 34 വേർഡ്സ് 4. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അവൻ പാറ, അവൻ്റെ പ്രവൃത്തി അത്യുത്തമം, അവൻ്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. ഇവിടെ ഈ വാക്യത്തിൽ ഒരു വരി ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവൻ്റെ വഴികൾ ഒക്കെയും ന്യായമാണ്. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ഓൾ ഹിസ് വേസ് ആർ ജസ്റ്റ്. ന്യായമായിരിക്കുന്ന വഴികളാണ്, അല്ലെങ്കിൽ ന്യായമുള്ള വഴികളാണ് ദൈവത്തിൻ്റെ വഴികൾ. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ വഴികൾ ന്യായമുള്ള വഴിയാകുന്നത്? ന്യായം എന്നുള്ള പദം തന്നെ ഒരു കോടതി സംബന്ധമായ വിഷയങ്ങളോട് ചിന്തിക്കത്തക്ക നിലയിലുള്ള ഒരു പദമാണ്. ജസ്റ്റിസ്, ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളെല്ലാം നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കാണുവാനായിട്ട് സാധ്യമായിത്തീരും. ന്യായമില്ലാത്ത ഒരു ലോകത്താണ് ദൈവമക്കളായ നാം ജീവിക്കുന്നത്. അന്യായങ്ങളാണ് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ എപ്പോഴും കാണാറുള്ളത്. എന്നാൽ ദൈവം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, അവൻ ആരാധിക്കുന്ന ദൈവം ന്യായത്തിൻ്റെ ദൈവമാണ്. അവൻ അന്യായത്തിൻ്റെ ദൈവമല്ല, അവൻ ന്യായത്തിൻ്റെ ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെക്കുറിച്ച് എവിടെ എഴുതിയിരിക്കുന്നവൻ്റെ വഴികൾ ന്യായമുള്ള വഴികളാണ്. അപ്പോൾ ദൈവഹിതമല്ലാത്ത അന്യായമായ വഴികളിലൂടെ ഒരു ദൈവ പൈതൽ യാത്ര ചെയ്യരുത്. അഥവാ ഇങ്ങനെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു, ആ വഴികളല്ല ഒരു ദൈവ പൈതലിനുള്ള വഴി എന്നുള്ളൊരു യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. മൂന്നാമതായിട്ട് ഈ സന്ധ്യാവേളയിൽ ഞാൻ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യമാണ്. സങ്കീർത്തന പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചിതമായിരിക്കുന്ന ഭാഗമാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവയുടെ നിയമവും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവൻ്റെ പാതകളൊക്കെയും സത്യവും ദയയും സത്യവും ആകുന്നു എന്ന് നമുക്കവിടെ വായിക്കാനായിട്ട് കഴിയുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഓൾ ദ വേസ് ഓഫ് ദ ലോർഡ് ആർ ലവിങ് ആൻഡ് ഫെയ്ത്ത്ഫുൾ. വളരെ മനോഹരമായിരിക്കുന്ന ഒരു വാക്യമാണ് നമുക്കിവിടെ വായിക്കാനായിട്ട് കഴിഞ്ഞത്. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ദാവീദ് ഈ തിരുവെഴുത്തിലൂടെ നമ്മെ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വഴികളെ, അല്ലെങ്കിൽ അതിൻ്റെ ആ മനോഹാരിതയെ വർണ്ണിക്കുന്ന രണ്ട് വാക്കുകളാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
ഒന്ന്, ദയ എന്നുള്ള പദമാണ് മലയാളത്തിൽ നമുക്ക് വായിക്കാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായിട്ട് സത്യം, ക്വാളിറ്റിയും കൂടെ കാണിക്കുന്ന, ഗുണത്തെയും കൂടെ കാണിക്കുന്ന ഒരു പദപ്രയോഗമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ശ്രദ്ധിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ വഴി സ്നേഹമുള്ള വഴിയാണ്. ദൈവത്തിൻ്റെ വഴി ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്ന വഴിയാണ്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടിരിക്കുന്നു. നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവം തൻ്റെ വഴി തുറന്ന് നമുക്ക് തരുന്നത്. ദൈവത്തിന് നമ്മോട് സ്നേഹമുള്ളത് കൊണ്ട്, ദയയുള്ളത് കൊണ്ട് ദൈവത്തിന് ജനമാകുന്ന ഇസ്രായേലിനെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന് മരുഭൂമിയിലൂടെ അവരെ നടത്തിയ വിവരം നാം തിരുവെഴുത്തിൽ വായിക്കുന്നു. അവിടെ ചെങ്കടലിന്റെ തീരത്തേക്ക് വരുമ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ട് ആ വിഷയത്തെക്കുറിച്ച് ഗ്രഹിക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇതിലും ഈസിയായ വഴിയിലൂടെ എളുപ്പത്തിൽ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവം അവരെ ആ വഴിയിലൂടെ കടത്തിവിട്ടില്ല. ഈ പ്രതിസന്ധി ഉണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ചെങ്കടലിൻ്റെ ഇരുവശത്തും പർവ്വതനിരകളും, മുൻപിൽ ചെങ്കടലും പുറകിൽ ഫറവോന്യ സൈന്യവും ഒരു പ്രതിസന്ധിയാണെന്ന് തോന്നിപ്പോകുന്ന ഒരു ഘട്ടം. ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, എന്താ ദൈവം സ്നേഹവാനായ ദൈവമല്ലേ, ഒരു വഴിയില്ലാത്തടത്ത് എന്തിനാ ദൈവം ഞങ്ങളെ കൊണ്ട് നിർത്തിയത് എന്നൊരു പക്ഷെ ചിന്തിച്ചേക്കാം. പക്ഷേ തിരുവെഴുത്ത് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്, ഇതിന് പകരമായിട്ട് ഉണ്ടായിരുന്ന വഴി, എളുപ്പമെന്ന് വിചാരിക്കുന്ന വഴി, അവിടെ യുദ്ധമുള്ള വഴിയാണ്. ദൈവത്തിന് മനസ്സിലായി ആ വഴിയിലൂടെ അവരെ കടത്തിവിട്ടാൽ അവിടെ യുദ്ധമുണ്ടാകും. എൻ്റെ ജനം ഇതുവരെയും യുദ്ധം അഭ്യസിച്ചിട്ടില്ല എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ഈ അറിവുണ്ടായിരുന്ന ദൈവം ഇസ്രായേലിനെ സ്നേഹിച്ചിട്ട് അവരെ ഇരുവശത്തും പർവ്വതനിരകളും മുൻപിൽ ചെങ്കടലും പുറകിൽ ഫറവോന്റെ സൈന്യവുമുള്ള ഒരു സ്ഥലത്ത് അവരെ കൊണ്ടുവന്നെങ്കിലും ശ്രേഷ്ഠമായ ഒരു വഴി അവർക്ക് വേണ്ടി അവർ കാണുന്നതിന് മുൻപേ ആ ചെങ്കടലിന്റെ താഴ്ചയിൽ ദൈവം അവർക്ക് വേണ്ടി കരുതിയിരുന്നു. തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ഈ വഴി ഇതിനു മുൻപ് വന്നിട്ടില്ലല്ലോ എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ട്. നാം അറിയാത്ത വഴിയിലൂടെ നമ്മെ കൊണ്ടുപോവുകയും നമ്മെ നടത്തുകയും ചെയ്യുന്ന ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം എന്ന് ഈ സന്ധ്യാവേളയിൽ ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കുകയാണ്. ഇവിടെ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വഴി സ്നേഹമുള്ള വഴിയാണ്, അത് ഫെയ്ത്ത്ഫുൾ ആയിരിക്കുന്ന വഴിയാണ്. ദൈവം ആരെയും വഴിയിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അവനോടൊപ്പം നാം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്ത സാക്ഷിയായി നമ്മോട് കൂടെയുള്ള ദൈവം. സത്യവാനും വിശ്വസ്തനുമായവനാണ് അവൻ. നമ്മെ അങ്ങേ കരയിൽ വരെ എത്തിക്കുവാൻ അവൻ മതിയായ ദൈവമാണ്. ആ ദൈവം അങ്ങനെയാണെങ്കിൽ അവൻ്റെ വഴികളെ കുറിച്ചും വിശുദ്ധ തിരുവെഴുത്ത് എഴുതിയിരിക്കുന്നത്, അവൻ ദയയുള്ളവനാണ്, അവൻ സത്യവാനായ ദൈവമാണ്. അവൻ്റെ വഴികൾ ദയയുള്ള വഴികളും സത്യമുള്ള വഴികളുമാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർപ്പിക്കുകയാണ്. മറ്റൊരു ഭാഗം ഇന്ന് ഈ സന്ധ്യാവേളയിൽ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, സങ്കീർത്തന പുസ്തകം 77-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നാം തിരിക്കുകയാണെങ്കിൽ, 77-ാം സങ്കീർത്തനത്തിന്റെ 13-ാമത്തെ വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നാം വരുമ്പോൾ, ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ 77 വേഴ്സസ് 13, 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്,
ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാകും. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുണ്ട്? നമ്മുടെ പ്രാരംഭ ഭാഗത്ത് തന്നെ വായിപ്പാനായിട്ട് കഴിഞ്ഞത്, ദൈവമേ, നിന്റെ വഴി വിശുദ്ധമാണെന്ന് അവിടെ ദൈവത്തിൻ്റെ ദാസൻ ഓർപ്പിക്കുകയാണ്. ആസാഫിന്റെ ഒരു സങ്കീർത്തനമാണ് 77-ാം സങ്കീർത്തനം. ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ആസാഫോട് ഓർപ്പിക്കുകയാണ്, ദൈവമേ, നിന്റെ വഴി വിശുദ്ധം. ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെയാണ് വായിപ്പാൻ കഴിയുന്നത്, യുവർ വേസ് ഓ ഗോഡ് ആർ ഹോളി. എന്നെ ആ വാക്യം വളരെയേറെ ചിന്തിപ്പിക്കുവാനായിട്ട് ഇടയായി. ദൈവത്തിന്റെ വഴികൾ, ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ദൈവത്തിന്റെ വഴികളും വിശുദ്ധമാണെന്ന് ദൈവം നമ്മെ ഓർപ്പിക്കുക. വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. നമുക്കറിയാം, ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ലോകത്തിൽ ധാരാളം വഴികളുണ്ട്. പക്ഷെങ്കിൽ വിശുദ്ധ വഴി എന്ന് പറയുന്ന ഒരു വഴി ലോകത്തിൻ്റെതായിട്ട് എങ്ങും നമുക്ക് കാണുവാൻ കഴിയത്തില്ല. എന്നാൽ ദൈവത്തിന്റെ വഴികളെ കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ വഴികൾ വിശുദ്ധ വഴികളാണെന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ സന്ധ്യാവേളയിൽ വിശുദ്ധ വചനത്തിന്റെ മുൻപിൽ നാം ആയിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവം വിശുദ്ധനാണ്, പരിശുദ്ധനാണ്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വഴി വിശുദ്ധമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ദൈവജനത്തോട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ആ വഴി നാം അറിയണ്ടേ? ആ വഴിയെ നാം നടക്കണമെങ്കിൽ ആ വഴിയെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടാകണ്ടേ? ആ വഴിയിലൂടെ അശുദ്ധികളൊന്നുമേ കൊണ്ടുപോകുവാൻ സാധ്യമല്ല. ആ വഴി വിശുദ്ധരുടെ വഴിയാണ്. അത് വിശുദ്ധനായ ദൈവത്തിൻ്റെ വഴിയാണ്. അത് പരിശുദ്ധനായ ദൈവത്തിൻ്റെ വഴിയാണ്. ആ വഴിയിലൂടെ വിശുദ്ധിയോടെ കൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഈ വഴിയെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു അറിവ് ഒരു ദൈവ പൈതലിന് ഉണ്ടായിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ ദൈവത്തിൻ്റെ വിശുദ്ധ വഴികളിലൂടെ വിശുദ്ധന്മാരായി നടക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തൻ്റെ ലേഖനങ്ങൾ എഴുതുമ്പോൾ, ലേഖനങ്ങളിലുടനീളം ദൈവമക്കളെ സംബോധന ചെയ്യുമ്പോൾ, ദൈവദാസന്മാരെ സംബോധന ചെയ്യുമ്പോൾ കൂടെ കൂടെ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് വിശുദ്ധന്മാരായിരിക്കുന്ന ആളുകൾ എന്നുള്ള ബന്ധത്തിൽ തൻ്റെ പ്രയോഗങ്ങൾ. അപ്പോൾ പൗലോസ് മനസ്സിലാക്കുന്നത്, യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ അവർ വിശുദ്ധന്മാരാണ്. ഇതെന്റെ ഈ വചനം കേൾക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച, രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കളായിരിക്കുന്ന നിങ്ങളോട് ഞാൻ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ വിശുദ്ധന്മാരാണ്. നാം യാത്ര ചെയ്യുന്ന വഴി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വിശുദ്ധ വഴികളിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. ആ ദൈവത്തിന്റെ വിശുദ്ധ വഴികളെ കുറിച്ച് നമുക്ക് ആഴമേറിയ ഒരു അവബോധം നമ്മളിൽ ഉണ്ടാകേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഈ കാലഘട്ടങ്ങളിൽ കൊറോണ വൈറസിൻ്റെ ആ മഹാമാരിയാൽ നമ്മുടെ കൂട്ടായ്മകൾ ഒരുമിച്ചുള്ള കൂടിവരവുകൾ ഒന്നും നടക്കാത്തൊരു കാലഘട്ടമാണ്. പക്ഷെ വ്യക്തിപരമായി ദൈവത്തോട് അടുക്കുവാൻ, വിശുദ്ധ ജീവിതത്തിൽ ഒന്നുകൂടെ ക്രമീകരിക്കപ്പെടുവാൻ ശ്രേഷ്ഠമായ ദൈവം തന്നിരിക്കുന്ന ഒരു സമയം കൂടെയായിട്ട് നമുക്ക് ഈ സമയത്തെ കാണാൻ ഇടയായി തീരട്ടെ. ഇങ്ങനെ ഒരു വേള എനിക്കും ദൈവം ഒരുക്കി നിങ്ങളോട് ചേർന്ന ഈ ദൈവത്തിൻ്റെ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരു പടി കൂടെ
നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ മുന്നേറുവാൻ സർവശക്തനായ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകുവാൻ പിന്നെയും കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പിന്നെയും ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് 145 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യം ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. 145 സങ്കീർത്തനത്തിൻ്റെ 17 വാക്യം. സാംസ് 145 വേഴ്സ് 17. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാനും തൻ്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. വളരെ മനോഹരമായ ഒരു പദം കൂടെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. യഹോവ തൻ്റെ സകല വഴികളിലും നീതിമാൻ എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: The Lord is righteous in all his ways. അവൻ്റെ എല്ലാ വഴികളിലും അവൻ നീതിമാനാണെന്ന് നമുക്കവിടെ വായിപ്പാൻ കഴിയുന്നു. ദൈവം നീതിമാനാണെങ്കിൽ ദൈവത്തിൻ്റെ വഴിയും നീതിയുള്ള വഴിയാണ്. ഈ ലോകത്ത് നീതി കിട്ടാത്തൊരു ലോകത്താണ് ദൈവമക്കളായ ഞാനും നിങ്ങളുമായിരിക്കുന്നത്. പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നമുക്കൊരു ദൈവമുണ്ട്, നാം ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ രക്ഷിച്ചവനായ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെക്കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് അവൻ നീതിമാനായ ദൈവമാണ്. സത്യമായിട്ടും ഇന്ന് ഈ വൈകിയവേളയിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, പലതും നമ്മുടെ ചുറ്റുപാടുകൾ അനീതിയായി കാണുമ്പോൾ നാം പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്: ദൈവമേ, അനീതിയുള്ളൊരു ലോകത്താണല്ലോ ഞങ്ങളായിരിക്കുന്നത്. പലപ്പോഴും നമുക്ക് കിട്ടേണ്ട നീതി ലഭിക്കാതെ പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ ഇതെല്ലാം കാണുന്ന നീതിമാനായൊരു ദൈവം ഉണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം നമുക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാം. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും. പരമാർത്ഥ ഹൃദയമുള്ളവരെല്ലാം അതിനോടൊക്കും എന്ന് തിരുവെഴുത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. ഒരു നീതിമാനായ ദൈവമുണ്ട്. അവൻ നമുക്ക് നീതി നിവർത്തിച്ചു തരുന്നൊരു ദൈവമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ ദൈവം നീതിമാനായ ദൈവമാണെങ്കിൽ ഇവിടെ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ വഴികൾ നീതിയുള്ള വഴികൾ. ആ നിലയിൽ നീതിമാനായ ഒരു ദൈവത്തെ സേവിപ്പാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നല്ലോ. ആ നീതിയുള്ള വഴികളിലൂടെ നടപ്പാൻ നമുക്ക് ഭാഗ്യം തന്നല്ലോ. നമ്മുടെ ചുറ്റുപാടുകളിലും ആളുകൾ അനീതി പ്രവർത്തിച്ച് ധനവാന്മാരായി തീരുമ്പോൾ നമ്മൾ നീതി പ്രവർത്തിച്ച് പലപ്പോഴും നമുക്ക് വേണ്ടുന്നത് പോലെ ഭൗമിക നന്മകൾ ലഭിക്കാതെ പോയെന്ന് വന്നേക്കാം. പക്ഷെങ്കിൽ ഭാരപ്പെടേണ്ടതായിട്ടില്ല. നമ്മുടെ ദൈവം നീതിമാനാണ്, നമ്മെ ആദരിക്കുന്ന ആ ദൈവമാണ്. തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്: ഒരു പിതാവ് തൻ്റെ മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആദരിക്കുന്ന ദൈവമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർപ്പിക്കുകയാണ്. ഈ ദൈവത്തിൻ്റെ വചനം എത്രയോ ശ്രേഷ്ഠമാണ്, എത്രയോ അനുഗ്രഹമാണ്. ഈ ദൈവത്തിൻ്റെ വചനത്തിന് മുൻപിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. മറ്റൊരു വാക്യം കൂടെ ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. അത് ഹോശേയ പ്രവചനത്തിൽ നിന്നാണ് നിങ്ങളോട് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹോശേയ പ്രവചനം അതിൻ്റെ 14 അധ്യായത്തിന് 9 വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഹോശേയ പ്രവചനം 14 അധ്യായത്തിൻ്റെ 9 വാക്യം. ബുക്ക് ഓഫ് ഹോശേയ chapter 14 verses 9. ഇവിടെ ഈ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനിയാർ, ഇതറിവാൻ തക്ക വിവേകിയാർ. യഹോവയുടെ വഴികൾ ചൊവ്വുള്ളവയല്ലോ, നീതിമാന്മാർ അവയിൽ നടക്കും, അതിക്രമക്കാരോ അവയിൽ ഇടറി വീഴും.
ഈ തിരുവെഴുത്ത് വളരെ അനുഗ്രഹീതമായിരിക്കുന്ന ഒരു തിരുവെഴുത്താണ്. ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനിയാർ, ഇത് അറിവാൻ തക്ക വിവേകിയാർ. യഹോവയുടെ വഴി ചൊവ്വുള്ളവയല്ലോ. The ways of the Lord are right. ദൈവത്തിൻ്റെ വഴി ചൊവ്വുള്ള വഴിയാണ്. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടുകളുള്ള ആളുകൾ അവരുടെ പോക്ക്, അവരുടെ നടപ്പ് ഒക്കെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും ആ വഴിയിലൂടെ നടന്നാൽ കൊള്ളാമെന്ന് തോന്നിപ്പോകാറുണ്ട്. ഈ അങ്ങനെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ ഒരു പക്ഷേ വന്നെന്ന് വന്നേക്കാം. പക്ഷെങ്കിൽ അതൊന്നും യഥാർത്ഥ വഴികളല്ല, നല്ല വഴികളല്ല. ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ചിവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ വഴി അത് റൈറ്റാണെന്ന് പറയുക. തെറ്റായ വഴികളുണ്ട്. തെറ്റായ വഴികളിലൂടെ നടക്കുവാനായിട്ടല്ല ദൈവം നമ്മളെ കണ്ടിരിക്കുന്നത്. കറക്റ്റ് വഴിയിലൂടെ, റൈറ്റ് വേയിലൂടെ യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഈ വഴിയിൽ ധാരാളം ആളുകളെ കണ്ടെന്ന് വരികയില്ല. വളരെ ചുരുക്കം പേരായിരിക്കാം ഒരുപക്ഷെങ്കിൽ സഹയാത്രികരായിട്ട് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ആളുകളുടെ എണ്ണം കൂടുന്നതിലല്ല, യഥാർത്ഥ വഴികളിലൂടെ, സത്യവഴികളിലൂടെ യാത്ര ചെയ്യുന്നതിലാണ് പ്രാധാന്യതയുള്ളത്. ഒട്ടനവധി ആളുകൾ കൂടെയുണ്ടെന്ന് വിചാരിച്ച് ഏതെങ്കിലും വഴികളിലൂടെ യാത്ര ചെയ്ത് ജീവിതം നിരാശാജനകമായി തീരുന്നതിലും എത്രയോ നല്ലതാണ് ആളുകളുടെ എണ്ണം സഹയാത്രികരായിട്ട് കുറവാണെങ്കിലും ദൈവത്തിൻ്റെ വഴിയാകുന്ന സത്യവഴിയിലൂടെ യാത്ര ചെയ്യുവാൻ കഴിയുന്നത്. ഞാൻ ഈ വചനം വായിച്ച് സന്തോഷിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഈ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നീതിമാന്മാർ അവയിൽ കൂടെ നടക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വഴിയാകുന്ന ചൊവ്വുള്ള വഴിയിലൂടെ നടക്കുന്നത് ആരാണ്? നീതിമാന്മാർ അതിലൂടെ നടക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ്. നമ്മയൊക്കെയും ദൈവം നീതിമാന്മാരായി കണ്ടിരിക്കുകയാണ്. നമ്മോടുള്ള ബന്ധത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ചൊവ്വയുള്ള വഴികളിലൂടെ നടന്ന് നീതിമാനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നെത്തുക എന്നുള്ളതാണ് നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ ഇന്ന് നടക്കുന്ന ഈ പ്രതികൂലമായിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ വിശുദ്ധ തിരുവെഴുത്തിൽ മുന്നമേ ഓർപ്പിച്ചതുപോലെ അന്ത്യകാലത്തിൻ്റെ ചില ലക്ഷണങ്ങളായിട്ട് നാം മനസ്സിലാക്കുന്നു. ദൈവമക്കളായ നമുക്കതറിയാം. എന്നാൽ ഈ സന്ധ്യാവേളയിൽ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇതൊക്കെ തിരിച്ചറിയുന്ന നാം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വഴികളെ യഥാർത്ഥമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടന്ന് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് എത്തുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രതികൂലങ്ങളെ കൊണ്ട് നിറഞ്ഞ ലോകത്തില്, പ്രതിസന്ധികളെ കൊണ്ട് നിറഞ്ഞ ലോകത്തില് നമുക്കൊക്കെ നിത്യമായി സമ്പാദിക്കുവാൻ കഴിയുന്ന ഒന്നാണ് ആത്മീകമായിരിക്കുന്ന സമ്പത്ത് എന്ന് പറയുന്നത്. അത് ഇഹലോകത്തിൽ വെച്ച് തന്നെ നാം സമ്പാദിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ആ സമ്പത്ത് നാം ഇഹലോകത്തിൽ വെച്ച് സമ്പാദിക്കുകയും ആ ദൈവത്തിൻ്റെ വഴികളിലൂടെ നാം നടന്നു നീങ്ങുകയും നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്ന ആ നിത്യ തുറമുഖത്ത് നാം എത്തിച്ചേരുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകലിൽ എൻ്റെ ഈ വചനം കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരോട്, ലൈവായിട്ട് എന്നെ ശ്രദ്ധിക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരോട് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ.
ഒരു പുതുക്കിയ തീരുമാനത്തിലേക്ക് ഇന്ന് പകൽക്കാലം കടന്നു വരുവാൻ, ഈ സന്ധ്യാവേളയിൽ കടന്നു വരുവാൻ നമുക്കിടയാകുന്നുവെങ്കിൽ അത് എത്രയോ ധന്യമാണ്. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നാം ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കണം. ഇന്ന് പകലിൽ ഞാൻ എന്തോന്ന് സംക്ഷിപ്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴിയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും എന്താ ഇങ്ങനെ. ഞാൻ ആ ഭാഗം ചിന്തിച്ച ഒരു കാര്യമാണ്, അത് ഈ അവസാന ഭാഗത്ത് കൂട്ടിച്ചേർക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാനാവിലെ കല്യാണത്തിന് കർത്താവ് ആ വീട്ടിൽ ചെന്നു. കർത്താവിനെ അവർ ക്ഷണിച്ചിരുന്നു. കർത്താവിന് അറിയാമായിരുന്നു അവിടെ വീഞ്ഞ് തീർന്നു പോകുമെന്ന്. തീർന്നു പോകുന്നതിന് മുൻപേ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെയൊക്കെ ഭാഷയിൽ അല്ലെങ്കിൽ നാം ചിന്തിക്കുന്നത് പോലെയാണെങ്കിൽ, കർത്താവ് അത് തീർന്നു പോകുന്നതിന് മുമ്പേ ചെയ്യുകയായിരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാകത്തില്ലായിരുന്നു. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അടയാളങ്ങളുടെ ആരംഭമായി യേശു കാനാവിലെ കല്യാണത്തിന് ഈ അത്ഭുതം ചെയ്തു എന്നാണ് നമുക്കിവിടെ വായിപ്പാൻ കഴിയുന്നത്. ആ വീട്ടുകാര് കരുതിയതിലും അപ്പുറത്തായിട്ട് വളരെ പെർഫെക്റ്റായ, വളരെ തികവുള്ള ഒരു പാനീയം ആ വീട്ടിൽ വന്നവർക്ക് നമ്മുടെ കർത്താവ് കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. വിശുദ്ധ തിരുവെഴുത്ത് നാം ഇങ്ങനെയാ വായിക്കുന്നത്, അവൻ സകലതും നന്നായി ചെയ്യുന്ന ദൈവം. എൻ്റെ വാത്സല്യ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് സകലതും നന്മയ്ക്കായി നന്നായി ചെയ്യുന്ന ദൈവമാണ്. ഒന്നാമതായിട്ട് നാം ചിന്തിച്ചത് ദൈവത്തിൻ്റെ വഴി തികവുള്ള വഴിയാണ്. നിങ്ങളുടെ ജീവിതത്തിലും ചില വഴികളിലൂടെ ദൈവം നടത്തുന്നെങ്കിൽ മനസ്സിലാക്കുക, അത് തികവുള്ള വഴിയാണ്. ധൈര്യമായി ദൈവം നടത്തുന്ന വഴികളിലൂടെ മുൻപോട്ട് പോകുവാൻ ദൈവാത്മാവ് ബുദ്ധിപദേശം തരികയാണ്. രണ്ടാമതായിട്ട് നാം ചിന്തിച്ചത് ദൈവത്തിൻ്റെ വഴി ന്യായമുള്ള വഴിയാണ്. ന്യായമില്ലാത്തൊരു ലോകത്ത് നിനക്കൊരു ന്യായം തരുന്ന ഒരു കർത്താവുണ്ട്. മൂന്നാമതായിട്ട് നാം ചിന്തിച്ചത് ദൈവത്തിൻ്റെ വഴി ദയയുള്ള വഴിയാണ്, സത്യമായ വഴിയാണ്. നാം എല്ലാ ജീവിതയാത്രയിൽ ഇന്നുവരെ അനുഭവിച്ചു വരുന്ന കാര്യമതാണ്. ആ സത്യവഴിയിലൂടെയാണ് അവൻ നമ്മെ ഇന്നുവരെ വഴി നടത്തിയത്. നാലാമതായിട്ട് നാം ചിന്തിപ്പാനായിട്ട് ഇടയായിട്ടുള്ളത് ദൈവത്തിൻ്റെ വഴി വിശുദ്ധ വഴിയാണ്. അത് വളരെ വിശാലമായിട്ട് നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായി. ആ വിശുദ്ധ വഴിയിൽ വിശുദ്ധന്മാരായ നമുക്ക് ആ വഴിയിലൂടെ യാത്ര ചെയ്യുവാനായിട്ടാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അടുത്തതായിട്ട് ദൈവത്തിൻ്റെ വഴി അത് നീതിയുള്ള വഴിയാണ്. കാരണം നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാണ്. ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവത്തിൻ്റെ വഴി അത് റൈറ്റ് വേ ആണെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. അത് ചൊവ്വയുള്ള വഴിയാണെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ വഴികളിലൂടെ മാത്രം യാത്ര ചെയ്യുവാൻ, ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ മാത്രം യാത്ര ചെയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ജീവിതയാത്രയുടെ മുൻപിൽ ധാരാളം വഴികൾ വന്നു പെട്ടേക്കാം. നല്ലതെന്ന് തോന്നിക്കുന്ന, ചിന്തിക്കുവാൻ സാധ്യതയുള്ള പ്രേരക ഘടകങ്ങളായി ധാരാളം വിഷയങ്ങൾ നമ്മെ അതിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ധാരാളം വഴികൾ ഒരുപക്ഷെങ്കിൽ നമ്മുടെ മുൻപിൽ വന്നു പെട്ടേക്കാം. എന്നാൽ ഇത് പകരം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ സന്ധ്യാവേളയിൽ ദൈവാത്മാവിൽ ഓർപ്പിക്കട്ടെ, അവിടെയും വഴി ഇതിലെ നടന്നുകൊള്ളുക എന്ന് പറയുന്ന ഒരു ഇമ്പസ്വരം പുറകിൽ നിന്ന് കേൾക്കും. എനിക്ക് എൻ്റെ വാത്സല്യ ശ്രോതാക്കളോട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, ദൈവത്തിൻ്റെ വഴികളിലൂടെ മാത്രം നടന്നു നമ്മെ ഉദ്യമിപ്പിക്കുന്ന, നമ്മെ പ്രേരിപ്പിക്കുന്ന ധാരാളം വഴികൾ ഈ ലോകത്തിലുണ്ടായേക്കാം.
അതിലൂടെ ഒന്നും നടക്കാതെ ഏറ്റവും ശ്രേഷ്ഠമായ ദൈവത്തിൻ്റെ വഴികളിലൂടെ മാത്രം യാത്ര ചെയ്തുകൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങൾക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വൈകിയവേളയിൽ ഇങ്ങനെ ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് തന്ന അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ വഴികളിലൂടെ മാത്രം യാത്ര ചെയ്ത് നിത്യതയെ ലക്ഷ്യമാക്കി യാത്ര തുടരുവാൻ ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവ് കൃപ നൽകണം എന്ന് ഞങ്ങൾ അവിടുത്തെയോട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാത്സല്യ ശ്രോതാക്കളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും ദൈവ വഴിയിലൂടെ മാത്രം യാത്ര ചെയ്യുവാൻ, ആ നിത്യതയുടെ തീരത്ത്, ആ ശുഭ തുറമുഖത്ത് അവരെത്തിച്ചേരുവാൻ അവർക്കെല്ലാവർക്കും ദൈവം കൃപ നൽകിയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിശേഷാൽ നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും.